ചില കുട്ടികൾ എല്ലാ കാര്യങ്ങളും അല്ലെ സ്കൂളിൽ കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിലും പുറത്ത് ഫ്രണ്ട്സുമായിട്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചെറിയ കുട്ടികൾ വന്ന് വീട്ടിൽ സംസാരിക്കും. വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ അടുത്തായിരിക്കും കൂടുതൽ സംസാരിക്കുന്നുണ്ടാവും. കാരണം അത് ഉമ്മാൻ അത്രയും വിശ്വാസമുള്ളത് കൊണ്ടും ഒരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ടും ആ ഒരു സ്നേഹം വാത്സല്യമൊക്കെ അവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ടും ഒക്കെയാണ് അവർ തിരിച്ച് വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചിലർക്കെങ്കിലും അത് പറ്റുന്നില്ല എന്നുള്ളതാണ്. കുട്ടികൾക്ക് കംപ്ലീറ്റ് അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അവർ പറയുന്ന കാര്യങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു സമയം നമുക്ക് കൊടുക്കാൻ പറ്റാതെ വരികയാണെന്നുള്ളതാണ്. അത് കുട്ടികളുടെ മാനസിക വളർച്ചയെ തീർച്ചയായിട്ടും ബാധിക്കുന്നുള്ളതാണ്. ഇമോഷണലിനൊക്കെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും വർക്കിലും തിരക്കിലൊക്കെ ആയിരിക്കും. എന്നിരുന്നാൽ പോലും ആ ഒരു അറ്റൻഷൻ കുട്ടികൾക്ക് ആ ഒരു സമയത്ത് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവർ നല്ലൊരു സ്നേഹമുള്ളൊരു കുട്ടികളായി അവരുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകളാണെങ്കിലും നമുക്കാണെങ്കിലും അത് മനസ്സിലാക്കി തിരുത്തി കൊടുക്കാനാണെങ്കിലും എല്ലാം സാധിക്കുമെന്നുള്ളതാണ്. ഇനി പലപ്പോഴും ഇത്തരം കുട്ടികൾ വന്ന് പറയുന്നില്ല എങ്കിൽ അല്ലെ, ഒരു കാര്യവും വീട്ടിൽ പുറത്ത് കഴിഞ്ഞ കാര്യങ്ങളും സ്കൂൾ കഴിഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എവിടെയോ നമ്മളുടെ പാരെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികളെ ചേർത്ത് പിടിക്കുക, കുട്ടികൾക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാം. ഒരുപക്ഷെ അവർ തെറ്റായിരിക്കാം, പക്ഷെ അടിച്ചാൽ മറുത്തരുത്. അത് നീ ചെയ്ത തെറ്റായി അങ്ങനെയാണെങ്കിൽ അതല്ല, തെറ്റുകൾ തിരുത്തി കൊടുക്കണം. അത് കുട്ടികൾക്ക് കുട്ടികളുടേതായ ഒരു ഭാഷയുണ്ട്. ആ ഭാഷയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആ തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കണം. അപ്പം പിന്നെ കുട്ടികൾ എന്തില്ല തിരിച്ച് അത്തരം തെറ്റുകളിലേക്ക് പോവില്ല. അത് 100% ഉറപ്പാണ്. പിന്നെ നമ്മൾ അടിപിടി പ്രശ്നങ്ങൾ കുട്ടികളുടെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല, അതിൻ്റെ ഒരു ഇതെന്താണ് സംഭവം എന്നുള്ളതൊന്നും നമ്മൾ വ്യക്തമാക്കി കൊടുക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, കുട്ടികൾ വീണ്ടും ആ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പം നമ്മളടുത്ത് തുറന്ന് സംസാരിക്കാൻ വരുന്ന കുട്ടികളാണെങ്കിൽ മനസ്സിലാക്കുക, അവർ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ വിശ്വാസം നമ്മളെന്നും നിലനിർത്താം. കുട്ടികളാകുമ്പോൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ സംഭവിക്കും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അവർക്ക് അവരുടേതായ രീതിയിൽ തിരുത്തി കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാം. നല്ലൊരു മക്കളായി എല്ലാവർക്കും വാർത്തെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ്, കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ്.